സമയം ഇപ്പോൾ 9 മണി കഴിഞ്ഞ് 29 മിനിറ്റ്. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിയമനത്തിന് കൈക്കൂലി എന്ന ജി സുധാകരന്റെ ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് എച്ച് സലാം. രമേശ് ചെന്നിത്തലയ്ക്ക് നേരിട്ട് പരാതി നൽകി. കുടുംബശ്രീ വഴി 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി നിയമനം നടന്നുവെന്നാണ് സുധാകരന്റെ ആരോപണം. അന്വേഷണം ഉടൻ ഉണ്ടാവുമെന്ന് വിജിലൻസ് മന്ത്രി ഉറപ്പ് നൽകി. കഴിഞ്ഞ LDF സർക്കാരിന്റെ 5 വർഷക്കാലം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 100 പേരെ കുടുംബശ്രീ വഴി നിയമിച്ചുവെന്നും ഒരാളുടെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം കൈക്കൂലി വാങ്ങിയെന്നുമാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ എന്ന് പറഞ്ഞ് 2 കോടിയുടെ അഴിമതിയാണ് അദ്ദേഹം ഉന്നയിച്ചത്. അപ്പോൾ ആ സർക്കാർ മുമ്പാകെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് അദ്ദേഹം കത്ത് കൊടുത്ത് ആവശ്യമായ സ്റ്റെപ്പ് നീക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. 5 വർഷക്കാലം LDF ഭരിക്കുന്ന സമയത്ത് ഇതുപോലെ കൈക്കൂലി വാങ്ങി അഴിമതി കാണിച്ചു എന്ന് ജി സുധാകരൻ പറഞ്ഞ ആരോപണം സംസ്ഥാനത്തെ വിജിലൻസ് അന്വേഷിച്ച് കുറ്റക്കാരെ നിയമത്തിന് മുമ്പായി കൊണ്ടുവരണമെന്നുള്ളതാണ് ഞാൻ ആവശ്യപ്പെടുന്നൊരു കാര്യം. മനീഷ് മഹിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ് മഹിപാൽ, എന്താണിത് സംഭവം? വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുന്നത് എച്ച് സലാമാണ്. ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത് ജി സുധാകരനാണ്. അപ്പോൾ ജി സുധാകരൻ ഉന്നയിച്ച ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം വേണം എന്നാണോ ഇപ്പോൾ എച്ച് സലാം പറയുന്നത്? മനീഷ് മഹിപാൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇവിടെ എച്ച് സലാം അടക്കമുള്ള CPIM നേതാക്കളെ സംശയ നിഴലിൽ നിർത്തിയായിരുന്നു കഴിഞ്ഞ 1.5 മാസങ്ങൾക്ക് മുൻപ് MLA ജി സുധാകരൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരു ചടങ്ങിൽ വെച്ച് ഈ രീതിയിൽ പ്രസംഗിച്ചത്. അതായത് 100 പേര് ഈ നിയമനത്തിന് വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ വീതം കൊടുത്തു എന്നാണ്. 2 കോടി രൂപ കൊടുത്ത് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശുചീകരണ ജോലിയിൽ പ്രവേശിച്ചത് കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്താണ് എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. ഈ ആരോപണത്തിൽ പക്ഷേ വിജിലൻസ് മന്ത്രിക്ക് പരാതി കൊടുക്കാനോ ഈ ആരോപണത്തിൽ തുടർന്നുള്ള പിന്നീടുള്ള പ്രതികരണങ്ങൾക്കോ MLA സുധാകരൻ തയ്യാറായില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇവിടെ ഇപ്പോഴത്തെ വിജിലൻസ് മന്ത്രിക്ക് പരാതി നൽകുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം 2010 മുതൽ ഈ രീതിയിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശുചീകരണ തൊഴിലാളികളെ കുടുംബശ്രീ വഴിയാണ് നിയമിക്കുന്നത്. അതായത് യഥാർത്ഥത്തിലുള്ള തസ്തികയുള്ള ആളുകൾ 30-35 പേരെ ആയിരിക്കും. പക്ഷെ അതിൽ കൂടുതൽ ആളുകളെ വേണ്ടി വരുമ്പോൾ കുടുംബശ്രീ വഴി അവരെ എടുക്കാം എന്നുള്ള തീരുമാനം എടുക്കുന്നത് 2010 ജി സുധാകരൻ തന്നെ ആലപ്പുഴയുടെ ചുമതലയുള്ള മന്ത്രിയായിരിക്കുകയാണ്. എങ്കിൽ ആ സമയം മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ ശുചീകരണ തൊഴിലാളികളെ നിയമിക്കുന്നത് 45 ദിവസത്തേക്കാണ്. അവർക്ക് കിട്ടുന്ന ഒരു ദിവസം 500-600 രൂപ ദിവസ വേതനത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ്. അവരെങ്ങനെയാണ് 2 ലക്ഷം രൂപ മുടക്കി ഈ 45 ദിവസത്തേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥിരമല്ലാത്തൊരു കരാർ ജോലിക്ക് വേണ്ടി ഇത്രയും പണം മുടക്കുന്നത്? അതും ഇടത് സർക്കാരിന്റെ കാലത്ത് CPI നേതാക്കളെ സംശയം നിലനിർത്തി ജി സുധാകരൻ പറഞ്ഞ ഒരു കാര്യമാണ്. അതിന്റെ ലോജിക്കിലെ പ്രശ്നമാണ്. ഇത്രയും കുറഞ്ഞ വേതനത്തിന് കുറഞ്ഞ ദിവസത്തേക്ക് കുടുംബശ്രീ വഴി പോകുന്ന നിയമനം നടത്തുന്ന ആളുകൾ എങ്ങനെ 2 ലക്ഷം കൊടുക്കുന്നുള്ള ഒരു ലോജിക്കിന്റെ പ്രശ്നം കൂടിയാണ്. അങ്ങനെ ഇരിക്കുകയാണ് CPI നേതാക്കളുടെ സംശയം നിലനിർത്തിക്കൊണ്ട് ഇങ്ങനൊരു ആരോപണം തുടർച്ചയായി ജി സുധാകരൻ ഉന്നയിക്കുന്നത്. എന്താണെങ്കിലും ആരോപണം ഉന്നയിച്ചത് ജി സുധാകരനാണെങ്കിലും അതിൽ എന്താണെങ്കിലും പ്രശ്നം തീർപ്പാക്കണം. അതല്ലെങ്കിൽ അതിൽ അന്വേഷണം വേണം. ആരാണ് അങ്ങനെ നിയമനം നടത്തിയതെന്ന് സൂപ്രണ്ട് മെഡിക്കൽ കോളേജ് അധികൃതർ വെളിപ്പെടുത്തണം. ഉദ്യോഗസ്ഥർ കൂടി ഈ സുധാകരന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയണം എന്ന കടുത്ത തീരുമാനത്തിലേക്ക് CPM കടന്നിരിക്കുകയാണ്. ജി സുധാകരൻ അങ്ങനെ പല സ്ഥലത്തും പറയുന്ന പല ആരോപണങ്ങളും CPM ഏറ്റുപിടിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത്. ഗുരുതരമായ ആരോപണത്തിൽ എന്താണ് അത് അന്വേഷണം എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ വിജിലൻസ് വകുപ്പ് മന്ത്രിക്ക് എച്ച് സലാം മുൻ MLA പരാതി നൽകിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇനി അത് അന്വേഷണം നടക്കണം. അന്വേഷണം നടന്നാൽ അതിൽ വസ്തുതയുണ്ടോ എന്നുള്ളത് പുറത്തുവരും. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത്.